അത് നോക്കിയേ, എത്ര ക്യൂട്ടായിട്ടുള്ള പപ്പിയാണത്. ഇവൻ നമ്മുടെ പ്ലാനുകളൊക്കെ കോളവാക്കും. ഏയ് പപ്പി, സ്വന്തമായിട്ട് വീടുള്ളവരാരാണോ അവർ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് നുഴഞ്ഞു കയറാറില്ല. സംശയമുണ്ടോ? ഏയ് നിർത്ത്, വേഗം ഇവിടുന്ന് പോവാൻ നോക്ക്. ഞങ്ങളൊരു പെരുങ്കള്ളനെ പിടിക്കാൻ വേണ്ടിയാണ് ഇതിവിടെ വച്ചിരിക്കുന്നത്. കള്ളൻ എന്റെ സ്കേറ്റിംഗ് ഷൂ കൊണ്ടോടി. ആരാ ഇത് ചെയ്തത്? നിങ്ങൾക്കറിയില്ലേ, എന്റെ ഹസ്ബൻഡ് ഒരു ബോക്സറാ. ബോക്സർ. നിനക്ക് എപ്പോ നോക്കിയാൽ ഈ ഒരു ഐഡിയ പറയാനുള്ളോ? അവർക്കറിയാം ഞാൻ ബോക്സറാണെന്ന്, അതുകൊണ്ടല്ലേ ആ ഗ്ലൗസ് മോഷ്ടിച്ചത്. എന്നോട് സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. അറിയാലോ, എന്റെ ഹസ്ബൻഡ് ഒരു ബോക്സറാ. ബോക്സർ. ഞാൻ തന്നെയല്ലേ നിന്റെ ഹസ്ബൻഡ്? നീ ദുഷ്ടൻ, ക്രൂരൻ, കാലൻ, കണ്ണിച്ചോരയില്ലാത്തവൻ. നീ എന്താ പറഞ്ഞത്? ഇതൊന്നുമല്ല, ഒരിക്കലും അല്ല. പിന്നെന്തിനാ ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നേ? അല്ല, എന്താ പറ്റിയത്? ഞാൻ എന്റെ ഗ്ലൗസ് കഴുകി വീടിന് പുറത്ത് ഉണക്കാനിട്ടതാണ്. ആരോ ഒരു ഗ്ലൗസ് മോഷ്ടിച്ചു. രാത്രി വിശന്നപ്പോ കണ്ണി കണ്ടതെല്ലാം വലിച്ചു കയറ്റി ആരും എന്റെ ഷൂ അടിച്ചു മാറ്റി. അടി കൈ. എന്തോന്ന് അടി കൈ? ആരും കൈയടിക്കരുത്. ഈ ഏരിയയിൽ മോഷണോ? ആ കള്ളൻ അറിയില്ലെന്ന് തോന്നുന്നു. ഈ സ്ഥലം ഞങ്ങളുടെ സ്ഥലമാണെന്ന്, ഇവിടുത്തെ ജനങ്ങളും ഞങ്ങളുടെ ജനങ്ങളാണെന്ന്, പിന്നെ ഇവിടുത്തെ സാധനങ്ങളും ഞങ്ങളുടേതാണ്. സംശയമുണ്ടോ? ഇതൊക്കെ നമ്മുടേതാണെങ്കിൽ പിന്നെ ഇവരെന്തിനാ കിടന്ന് വിഷമിക്കുന്നത്? ജനിക്കുമ്പോഴാണെങ്കിലും മരിക്കുമ്പോഴാണെങ്കിലും ആരും ഒന്നും എവിടേക്കും കൊണ്ടുപോകുന്നില്ല. പിന്നെ ഇക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എടാ, ഇത് സാഹിത്യം പറയാനുള്ള സമയമല്ല, ആലോചിക്കാനുള്ള സമയമാണ്. ഈ നടക്കുന്നത് അത്ര നല്ലതല്ല. അതായത് ചെറിയ സാധനങ്ങളാണ് ഇപ്പൊ മോഷണം പോകുന്നത്. നാളെ ചിലപ്പോൾ വലിയ സാധനങ്ങൾ മോഷണം പോകും. ചിലപ്പോൾ നാളെ നമ്മളും മോഷണം പോയെന്ന് വരാം. കൊച്ചളിയ, നീ പറയുന്നത് ശരിയാണ്. ഞാൻ എല്ലാം കണ്ടു. അതെ, അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. പലരുടെയും പല സാധനങ്ങളും മോഷണം പോവും. ചിലരുടെ തൊപ്പി മോഷണം പോവും, ചിലപ്പോ മുടി മോഷണം പോവും. പിന്നെ നടേശന്റെ മീശ വരെ മോഷണം പോയെന്ന് വരാം. മീശ വരെ മോഷണം പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ ചിലപ്പോ എന്റെ വാല് മോഷണം പോകാൻ സാധ്യതയുണ്ട്. അയ്യോ, ചിലപ്പോ അതും പോവും, ഉറപ്പായും പോവും. നിങ്ങൾ ഈ സംസാരമൊക്കെ നിർത്തിയിട്ട് എന്റെ ഷൂ കണ്ടുപിടിച്ചതാ. എനിക്ക് മീറ്റിംഗ് ഉണ്ട്. എടോ, എനിക്കാണെങ്കിൽ മാച്ച് ഉണ്ട്. ഒരു ഗ്ലൗസ് വെച്ച് എങ്ങനെ ഫൈറ്റ് ചെയ്യാനാ ഞാൻ? അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ഇതിലൂടെ ആരുടെങ്കിലും ഒരാളുടെ കാര്യം നടക്കും. ഒന്നില്ലെങ്കിൽ ഖന്ന സാർ രണ്ടാമത്തെ കാലിൽ ഗ്ലൗസ് ഇട്ടുകൊണ്ട് മീറ്റിംഗിന് പോണം. അല്ലെങ്കിൽ പിന്നെ ബോബി ഒരു കയ്യിൽ ഈ ഷൂ ഇട്ടിട്ട് മാച്ചിൽ പങ്കെടുക്കണം. ചോയ്സ് ഈസ് യുവേഴ്സ് ആൻഡ് ഓപ്ഷൻ ഈസ് മൈൻ. ഇങ്ങനെയുള്ള പ്ലാനുകളൊക്കെ ഇവന്റെ തലക്കകത്ത് മാത്രമേ വരൂന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആദ്യം നിങ്ങൾ ഇത് പറ, എന്റെ ഐഡിയ എങ്ങനെയുണ്ട്? വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾക്കറിയാം നീ മണ്ടനാണെന്ന്. മരേ മണ്ടൻ, കേട്ടോ? ഞാൻ മണ്ടനൊന്നുമല്ല, ചെറിയൊരു കഴുതയാണ്. കഴുത. ഇവിടെ വരൂ. അത് ശരി, ഇത്ര ആൾക്കാർ അങ്ങോട്ട് വരണോ? അതിൽ നല്ലത് ഡോക്ടർ ബാലു ഇങ്ങോട്ട് വന്നാ പോരെ. ഇങ്ങോട്ട് വരൂ. ഈ സിനിമയിൽ നമ്മുടെ സുരേഷ് ഗോപിയാണ് വില്ലൻ. ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഇതിപ്പോ ഡോക്ടർ ബാലു ആണ് കള്ളൻ. അടി കൈ. തന്റെ കർണത്തായിരിക്കും മിക്കവാറും എന്റെ കൈ കൊണ്ട് അടിക്കുന്നത്. പിന്നെ താൻ കവിത ചൊല്ലാതെ കിടന്ന് കരയേണ്ടി വരും. എന്റെ സൈക്കിളിന്റെ വീൽ മോഷണം പോയിരിക്കുകയാണ്. അവിടെ അതിനു പകരം ഈ സാധനങ്ങളാണ് വെച്ചിരുന്നത്. അത് ശരി, ഇതേതോ കഴുതയായ കള്ളനാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ പാവം ഡോക്ടർ ബാലു വീലില്ലാതെ സൈക്കിൾ എങ്ങനെ ഓടിച്ചിട്ട് പോവാ? പക്ഷെ തങ്ങളുടെ കയ്യിൽ സൈക്കിൾ എവിടെയാണ് ഉള്ളത്? ഇവിടെ വരൂ. ഞാൻ ഫിറ്റ്നസിന് വേണ്ടി പുതിയ ഒരു സൈക്കിൾ വാങ്ങിച്ചിരുന്നു. ഞാനതിൽ തൊട്ടിട്ട് പോലും ഇല്ലായിരുന്നു. മാത്രമല്ല ആ സൈക്കിൾ ഞാനിതുവരെ അത് ഓടിച്ചു പോയി നോക്കിയിട്ടില്ല. അത് തെറ്റായി പോയി. വാങ്ങിച്ചപ്പോഴേ ഓടിച്ചു നോക്കേണ്ടതായിരുന്നു. എന്നാൽ ഇത്ര സങ്കടം ഉണ്ടാവില്ലായിരുന്നു. ഞാനിവരെ കയ്യും കാലും കെട്ടിപ്പൂട്ടി റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവരാൻ പോവുകയാണ്. എല്ലാടെ സുഹൃത്താ, ഇതാ നോക്ക്, എനിക്കൊരു സൈക്കിൾ വീൽ കളഞ്ഞു കിട്ടിയിരിക്കുന്നു. ഇവിടെ വരൂ. സൈക്കിളിന്റെ ടയർ വേസ്റ്റ് ഒന്നുമല്ല. ഇങ്ങനെ കളഞ്ഞു കിട്ടാൻ മനസ്സിലായോ? നന്നായി ബലം പ്രയോഗിച്ചാലേ ഒരു കമ്പി വളഞ്ഞു കിട്ടൂ. കുളത്തിലെ വെള്ളം അനക്കാതിരുന്നാലേ അത് തെളിഞ്ഞു കിട്ടൂ. കറുത്ത എല്ലാവരുടെയും സുഹൃത്താ, ഇത് എന്റെ സൈക്കിളിന്റെ ടയറാണ്. പെട്രോൾ വില കൂടുകയാണോ കുറയുകയാണോ? ഈ കള്ളം വിചിത്രമാണല്ലോ. മോഷ്ടിച്ച സാധനങ്ങൾ ഉപേക്ഷിച്ചു പോവുകയാണോ? മനസ്സിലായി. അവന്റെ ഉദ്ദേശം മോഷണമല്ല, എല്ലാവരും ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവന്റെ ഒരു ഹോബിയാണ്. അവനെ വേഗം നമുക്ക് പിടിക്കണം, അല്ലെങ്കിൽ ഇനി അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അറിയില്ല, ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന പണി തന്നെ അവൻ വീണ്ടും വീണ്ടും ചെയ്യും. ആ സമയത്ത് നമ്മൾ അവനെ പിടിക്കും. അവൻ വന്നിരിക്കും, വീണ്ടും വീണ്ടും വന്നിരിക്കും. അല്ല, ഇതേതോ സിനിമയിലെ ഡയലോഗ് അല്ലേ? എന്നാലും എന്റെ ദൈവമേ, ഈ ജാക്സൺ ഇതെങ്ങോട്ടാ പോയത്?
എല്ലാരും അലർട്ടായിരിക്കണം. അവൻ കളിപ്പാട്ടം മോഷ്ടിക്കാൻ ഉടനെ വരും. അവൻ വരുമെന്നുള്ള കാര്യം നേരത്തെ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ആ കളിപ്പാട്ട് എവിടെങ്കിലും ഒളിപ്പിച്ചു വെച്ചാ പോരെ. നിന്റെ തല ഒരു കാരണവശാലും വെയിലത്ത് കാണിക്കരുത്. ചിലപ്പോ അത് ആവിയായി പോയെന്ന് വരും. ഇനിയിപ്പോ എന്റെ പാസ്ത തിരിഞ്ഞ മുമ്പായിട്ട് കളനെങ്ങാനും വന്നില്ലെങ്കിലോ? ഇല്ലെങ്കിൽ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കും. പക്ഷേ കളനെ പിടിക്കാതെ ഞാൻ ഇരിക്കില്ല. ജോർദാറെ, നീ ആർത്തി പണ്ടാരമാണ്, തീറ്റഭ്രാന്തരാണ്, കൊരങ്ങനാണ്. എന്ന് നിനക്ക് തോന്നുന്നതാണോ? അല്ല, ഈ ലോകം മുഴുവനും തോന്നുന്നുണ്ട്. നിന്റെ ഈ തീറ്റഭ്രാന്ത് കാരണം ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല. നീ ഈ പാസ്ത വിട്ടിട്ട് ആ കള്ളനെ പിടിക്കാൻ നോക്ക്. വാവ്, അത് നോക്കിയേ, എത്ര ക്യൂട്ടായിട്ടുള്ള പപ്പിയാണത്. ഓ, ഇവൻ നമ്മുടെ പ്ലാനുകളൊക്കെ കോളവാക്കും. ഏയ് പപ്പി, സ്വന്തമായിട്ട് വീടുള്ളവരാരാണോ അവർ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് നുഴഞ്ഞു കയറാറില്ല. സംശയമുണ്ടോ? ഏയ് നിർത്ത്, വേഗം ഇവിടുന്ന് പോവാൻ നോക്ക്. ഞങ്ങളൊരു പെരുങ്കള്ളനെ പിടിക്കാൻ വേണ്ടിയാണ് ഇതിവിടെ വച്ചിരിക്കുന്നത്. ആ? കള്ളൻ എന്റെ സ്കേറ്റിംഗ് ഷൂ കൊണ്ടോടി. ആ? എന്റെ അമ്മോ, കള്ളം പപ്പി. ആരാണ് പപ്പിക്കള്ളൻ? ആരാണ് പപ്പിയെ മോഷ്ടിക്കാൻ ശ്രമിച്ചത്? എടാ മരക്കഴുതേ, ആ പപ്പി തന്നെയാണ് കള്ളൻ. അത് ശരി, അങ്ങനെ വ്യക്തമായിട്ട് പറ. പിന്നെ എന്തിനാ ഇങ്ങനെ കുന്തം വിഴുങ്ങി നോക്കി നിൽക്കുന്നേ? വാ, നമുക്ക് അവനെ പോയി പിടിക്കാം. എടാ ഒന്ന് വേഗമാവട്ടെ, ആ പപ്പി താ രക്ഷപ്പെടുകയാ. അതാ അവൻ കുടുങ്ങി. വേഗം പിടിക്കേ. പോപ്പട്ടെ, നീ കിറ്റിയുടെ സ്കേറ്റിംഗ് ഷൂ എടുക്ക്. ഞങ്ങൾ അവനെ പിടിച്ചോളാം. ആദ്യമായിട്ടൊരു സാധനം കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടാതെ പോകുന്നത്. ഇനിയിപ്പൊ നീ രക്ഷപ്പെട്ട് എങ്ങോട്ടാ പോവാ? അങ്ങനെ നിന്നെ എന്റെ കൈ കിട്ടി. എന്റെ ഭായ്, നിങ്ങൾ പറഞ്ഞ കള്ളൻ ഇവനാണോ? അല്ലല്ല, ഇവൻ എല്ലാ സാധനങ്ങളും എടുക്കുമായിരുന്നു. പക്ഷെ ഇവനൊരു കള്ളരല്ല. ഇവിടെ ഒരു എന്താ ബണി, നിന്റെ ടയർ എന്ന തലയ്ക്കകത്ത് ബുദ്ധിയുടെ ട്യൂബ് പഞ്ചറായിരിക്കുകയാണോ? ഇവനപ്പോ കള്ളനല്ലേ? അല്ലല്ല, ഇവന് കുറച്ച് കുസൃതി ഉണ്ടെന്നേ ഉള്ളൂ. ഇവനൊരു കള്ളനല്ല. ഇവൻ സാധനങ്ങളൊക്കെ എടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുവെക്കും. പപ്പി, മോഷ്ടിക്കുന്നത് ഒരു തമാശയല്ല. പിടിക്കപ്പെട്ടാൽ ജയിലിലേക്കായിരിക്കും പോവുക. ജയിലാണെങ്കിൽ ഒരു തമാശയുമല്ല. നല്ലവരാണെങ്കിലും അല്ലെങ്കിലും അതൊരു നിരാശ തന്നെയാണ്. എടാ, അവനൊരു കുട്ടിയാണ്. നീ എന്തിനാ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? അവൻ ചെറിയ കുസൃതി കാണിച്ചെന്നേ ഉള്ളൂ. പക്ഷേ ഇവനെ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. ഇവൻ ആരാണ്? ഇത്തവണ വില കൂട്ടിയത് മണ്ണെണ്ണയ്ക്കാണ്. ഇവന്റെ മുഴുവൻ പേര് ജാക്സൺ എന്നാണ്. അടികൈ ജാക്സൺ? അതെ, സേട്ട് മൂസയുടെ ജാക്സൺ. എന്നാൽ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഈ ഇടയേറ്റ് മടി ഒരല്പം കൂടുന്നുണ്ട്. ദേ നോക്ക്, പത്രത്തിൽ ഇവന്റെ ഫോട്ടോ ഉണ്ട്. അടികൈ നോക്കിയേ, ഇവന് ഇവന്റെ യജമാന്റെ ഫോട്ടോ കണ്ട് ആകെ ഇമോഷണലായി. ഞാനിത് നേരത്തെ പറഞ്ഞതാണ്. ഇത്രയും നല്ലൊരു പപ്പി ഒരിക്കലും മോഷ്ടിക്കില്ല. ഇവിടെ ഒരു ഇവൻ നല്ലവനാണ്. ഇവനെ എത്രയും പെട്ടെന്ന് മൂസ സേട്ടുവിന്റെ അടുത്ത് എത്തിക്കണം. വേഗമാവട്ടെ. A to Z കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ട്. മൂസ സേട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അടികൈ അയ്യോ
അയ്യോ എന്റെ പുന്നാര മോനെ ജാക്സ, ഞാൻ നിനക്ക് വേണ്ടി നിന്റെ പ്രിയപ്പെട്ട കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, നോക്കിയേ. കേക്ക് പപ്പി കഴിക്കാൻ പറ്റുമോ ഇല്ലെന്ന് ഞാനിപ്പോ ചെക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. കാരണം ചെറിയ പപ്പിയല്ലേ. കേക്കിന് കുഴപ്പമൊന്നുമില്ല. വേറെ കേക്ക് ഉണ്ടെങ്കിൽ തന്നോളൂ. നീ നിന്റെ മൂസ സേട്ടിനെ വിട്ട് എങ്ങോട്ടാ പോയത് ജാക്സ? മാത്രമല്ല മേരി നിന്നെ കാണാതെ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? മേരി എന്റെ അമ്മയാണോ? അയ്യോ അല്ലല്ല, മേരി എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ, എന്റെ മിസ്സിസ്. ഒരു കാര്യം ഓർമ്മ വേണം പപ്പി, വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകുന്നത് വലിയ തെറ്റാ. അതിനെന്താ, ദമയന്തി ഉണ്ടല്ലോ, ദമയന്തി എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളും. ദമയന്തി ആരാ? ട്രെയിനറാണോ? അല്ല, ഇവന്റെ ട്രെയിനർ ടോണിയാണ്. ദമയന്തി ഇവന്റെ അമ്മയാണ്. ഇവിടെ വരൂ. തന്റെ വീട്ടിൽ സത്യത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നായയുടെ പേര് മനുഷ്യർക്കും മനുഷ്യരുടെ പേര് നായകൾക്കുമാണല്ലോ ഇട്ടിരിക്കുന്നത്. എന്റെ കാരണവന്മാരും അങ്ങനെ തന്നെയായിരുന്നു. എന്റെ മുതുമുത്തച്ഛന്റെ പേര് ടോമി എന്നായിരുന്നു. പിന്നെ ജാക്സൺ ഒരു മകൻ ഉണ്ടാകുകയാണെങ്കിൽ അവന് മഹേന്ദ്രൻ എന്ന പേരിടും. എങ്ങനെയുണ്ട്? പേരിലൊന്നും ഒരു കാര്യവുമില്ല. പ്രവർത്തി നന്നായാൽ മതി സേട്ടെ, അല്ലെങ്കിൽ പിന്നെ അവനെ കൊണ്ട് ഒരു കാര്യത്തിൽ ഉപയോഗം ഉണ്ടാവില്ല. സംശയമുണ്ടോ?